ഇത് ജർമ്മനിയിൽ വാലൻ ഹോഴ്സിൽ ഒരു ഗ്രേവ് യാർഡാണ് ഈ കാണുന്നത്. ശ്മശാനമാണ്. നമ്മുടെ നാട്ടിൽ ശ്മശാനത്തെന്ന് വെച്ചാൽ ശ്മശാന മൂകത, ശ്മശാന ഭീകരത എന്നൊക്കെ പറയാറില്ലേ. ഇവിടെ സത്യം പറഞ്ഞ് ശ്മശാനം കണ്ടു കഴിഞ്ഞാൽ ഇന്ന് മരിക്കണമെന്നും ആഗ്രഹം തോന്നുന്നു. അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പൂന്തോട്ടത്തിലേക്ക് വന്ന കാര്യം പ്രതീതിയാണ് ഇതിനകത്ത് കാണുന്നത്. റെസ്റ്റ് ഇൻ പീസ് എന്ന് നമ്മൾ പറയാറില്ലേ, ശരിക്കും ആ റെസ്റ്റ് പീസ്, ആ ഒരു സമാധാനം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ജസ്റ്റ് നടന്നു പോകുമ്പോഴത്തേക്ക് ശരിക്കും ഇവരെല്ലാം സമാധാനത്തിൽ ഉറങ്ങാണ്. നമ്മുടെ നാട്ടിൽ ഇതിനൊരു ഗ്രേവ് യാർഡിൽ പോകുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഫീലിങ്സ് ആണ്. കുറേ കാടും ചെടിയും പിന്നെ ഈ മരിച്ചു കിടക്കുന്നവർ ഇവിടെ നിന്ന് എണീച്ച് വരുമെന്നുള്ളൊരു വിശ്വാസമാണല്ലോ നാട്ടിൽ കൂടുതലായിട്ട് പറയുന്നത്. രാത്രിയൊക്കെ ശ്മശാനം ആൾക്കാർ പാസ് ചെയ്യാൻ തന്നെ മടിക്കും, ശരിക്കും പേടിച്ചിട്ട്. ഇവിടെ വരുമ്പോൾ ശ്മശാനം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് നമുക്ക് പോകാൻ തോന്നും. ആ രീതിയിലാണ് ഇവർ തയ്യാർ ചെയ്ത് സംരക്ഷിച്ചു പോരുന്നത്. മനോഹരമായ ഒരു ഉദ്യാനമായിട്ടല്ലേ ഇത് നമുക്ക് അനുഭവപ്പെടുന്നത്. ശരിക്കും നോക്കി ശ്മശാനമാണെന്ന് പറയും. നാട്ടിൽ നമ്മൾ ശ്മശാനങ്ങൾ കണ്ട് ശീലിച്ചാൽ നമ്മുടെ വെച്ചിട്ട് ഇതൊരു ശ്മശാനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എല്ലാവരും സമാധാനമായിട്ട് ഉറങ്ങുന്ന സ്ഥലം. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേക്കും മരിക്കാൻ ആഗ്രഹം തോന്നുന്നു. ഇതുപോലത്തെ ശ്മശാനത്തിലാണ് നമ്മളെ കൊണ്ട് മറവ് ചെയ്യുന്നതെങ്കിൽ. ഇതെടുത്തിട്ട് വേറെ ഇതിൽ തന്നെ വെക്കും. കുങ്കുമപ്പൂക്കൾ പൂത്തു എൻ്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ. കുങ്കുമപ്പൂക്കൾ പൂത്തു എൻ്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ. ശ്മശാനത്തിൽ കയറിയപ്പോൾ ഒരു പാട്ട് പാടാമെന്ന് മൂട് നോക്കി ഏത് പാട്ടാണോ വന്നത്. വിശ്വാസമല്ലേ എല്ലാം. ശ്മശാനത്തിൽ വരുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രേമഗാനം പാടാൻ തോന്നുന്ന ഒരു വൈബാണ്.